നമുക്ക് എന്താണ് ഗെയിം ബുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ A4 ഷീറ്റ് എടുത്തിട്ട് നമുക്ക് മടക്കണം. അങ്ങനെ 3 പേപ്പറും മടക്കണം. അങ്ങനെ 3 പേപ്പർ മടക്കിയിട്ട് 2 മാറ്റിയിട്ട് നമുക്ക് ഡിസൈൻ വരയ്ക്കും. അന്ന് നമ്മൾ ഗെയിം ബുക്കിൽ എഴുതിയിട്ടൊക്കെ ഇച്ചിരി ഡെക്കറേഷനൊക്കെ കൊടുക്കാം. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങളിഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് തൂങ്ങി കിടക്കുന്നതാണെങ്കിൽ ഇച്ചിരി ഹാർട്ട്സൊക്കെ വരച്ചിട്ട് അത് തുറക്കണം. ഒരു പേപ്പർ കട്ടിയിട്ട് ഇങ്ങനെ ബോർഡർ വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ സെലോ ടേപ്പ് ഒട്ടിക്കണം. എന്നിട്ട് സെലോ ടേപ്പ് ഒട്ടിച്ചിട്ട് ബാക്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ട് ഒട്ടിക്കണം ഈ വൈറ്റ് ബോർഡിൻ്റെ സ്ഥലത്ത്. ഡബിൾ സൈഡ് ടേപ്പ് സെലോ ടേപ്പ് ഒട്ടിക്കാം. ഞാനിപ്പോൾ സെലോ ടേപ്പും കൊണ്ടാണ് ഒട്ടിക്കുന്നത്. എന്നിട്ട് വൈറ്റ് ബോർഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പസിലൊരു സ്ക്വയർ വരയ്ക്കണം. അങ്ങനെ സ്ക്വയർ വരച്ചപ്പോൾ റെക്റ്റാങ്കിൾ ആയിപ്പോയി. അപ്പോൾ റെക്റ്റാങ്കിൾ ഇരിക്കട്ടെ. എന്നിട്ട് ഇങ്ങനെ അങ്ങനെ വരയ്ക്കുക. എന്നിട്ട് വേറൊരു പേപ്പർ എടുത്ത് ഈ സൈസിലൊന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് ഇഷ്ടമുള്ള പിക്ചർ വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ സെലോ ടേപ്പ് പിടിച്ചിട്ട് ഡബിൾ സൈഡ് ടേപ്പും കൊണ്ട് ഉടച്ചിട്ട് ഇങ്ങനെയൊക്കെ വെക്കാം. സ്മൈലിയാണല്ലോ. എന്നിട്ട് അടുത്ത പേപ്പർ, എന്നിട്ട് മറ്റു പേപ്പർ എടുത്തിട്ട് ഇതില്ലേ എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നമ്മളുടെ അടുത്ത പേപ്പറില്ല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കണം. ഈ സൈഡ് ഓപ്പൺ ആവണല്ലോ, ഇങ്ങനെ ഒട്ടിക്കണം. അപ്പോൾ അടുത്ത പേജിൽ നമുക്ക് ഇങ്ങനെ തുറക്കാം. എന്നിട്ട് അടുത്ത പേജ് അങ്ങനെ ഒട്ടിച്ചിട്ട് അടുത്ത പേജിൽ ഫസ്റ്റ് ആണെങ്കിൽ 3 പേജൊന്നും ഫോൾഡ് ചെയ്യണ്ട, 2 പേജ് ഫോൾഡ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് വല്ലതും ആയിട്ടുണ്ടെങ്കിൽ ഗെയിം നിങ്ങൾക്ക് 3ാമത്തെ പേജ് 4ാമത്തെ പേജൊക്കെ ചെയ്തിട്ട് വീണ്ടും പസില് പിന്നെ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. എന്നിട്ടൊരു പേപ്പറിന് ഇങ്ങനെ സ്ക്വയറായി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മടക്കണം. അങ്ങനെ 5 ഉണ്ടാക്കണം. എന്നിട്ട് ബോർഡറൊക്കെ വരച്ചിട്ട് നമ്പർ 2, 3, 4, 5, 6 എന്നൊക്കെ എഴുതി അങ്ങനെ വെക്കാം.